പ്രശ്നോത്തര രത്നമാലികയിൽ 17-ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം, കണ്ഠഗതങ്ങളായ അസുക്കളോടൊത്തവനായാൽ പോലും മരണമാസന്നമായിരിക്കുകയാണ്. ഊർധ്വശ്വാസം വലിക്കാൻ ആരംഭിക്കുന്നു. ആ അവസ്ഥയിൽ പോലും, അവിടെ പോലും എന്ന് പറഞ്ഞത് മരിക്കാനായ ആൾ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അത്ര പോലും എന്നാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ നിയന്ത്രിക്കാൻ വേണ്ടി ഒരാളെ അത്രമാത്രം പ്രേരിപ്പിക്കുന്നു, അത്രമാത്രം പ്രേരിപ്പിച്ച് അയാളുടെ അസുക്കൾ, പ്രാണചേഷ്ടകൾ മുഴുവൻ കണ്ഠഗതമായി എന്ന് പറയാം. അയാൾ വിധേയനാവുകയാണ്, നിയന്ത്രിക്കപ്പെടുന്നില്ല. അഥവാ മരണമാസന്നമായാലും അയാൾക്ക് തൻ്റെ ഉപാധികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആർക്ക്? മൂർഖസ്യ. 2 ശങ്കിതസ്യ, എപ്പോഴും ശങ്ക സ്വഭാവമാക്കിയവൻ, സംശയാത്മാവിന്. 3 പറയാണ് വിഷാദിനഹ, വിഷാദിക്ക്. വിഷാദി എന്ന് പറഞ്ഞാൽ സദാ വിഷാദം തന്നെ ഉള്ളവൻ. ജീവിതത്തിൽ സുഖം ദുഃഖം, മാനം അപമാനം, പൂജ പരിഭവം തുടങ്ങിയ ദ്വന്ദ്വങ്ങൾ നിരന്തരം വന്നു പോകും. ഈ ഭാവങ്ങളൊന്നും സ്ഥായിയല്ല. സുഖമോ ദുഃഖമോ സ്ഥായിയല്ല. പക്ഷേ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ ബഹുഭൂരിപക്ഷം പേർക്കും സാധിക്കില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ വിഷാദിക്കാൻ തുടങ്ങും. അവർ വിഷാദഗ്രസ്തരായി സ്വയം തളരും. അങ്ങനെ വിഷാദഗ്രസ്തരാകുന്നവരെയാണ് ഇവിടെ വിഷാദി എന്ന് പറഞ്ഞത്. എന്ത് സുഖ സാഹചര്യം ജീവിതത്തിൽ വന്നാലും അവർക്ക് പരാതികളും പരിഭവങ്ങളും തന്നെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും സുഖം കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് 4 പറയുകയാണ് കൃതഘ്നസ്യ. മനുഷ്യന് വേണ്ട ഏറ്റവും ശ്രേഷ്ഠങ്ങളായ ഗുണങ്ങളിലൊന്നാണ് കൃതജ്ഞത. എപ്പോഴും കൃതജ്ഞതാഭാവം നമുക്ക് വേണം. നമുക്കൊരാൾ എന്തെങ്കിലും ഒരു സേവ, ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു മഹത്വബോധം, അതിനൊരു നന്ദിയുടെ ഭാവം നമ്മളിലുണ്ടാവണം. അങ്ങനെയാവുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഘടകങ്ങളോട് നമ്മൾക്ക് കൃതജ്ഞത ഉണ്ടാവേണ്ടതുണ്ട്. സൂര്യനോട്, ചന്ദ്രനോട്, വായുവോട്, ജലത്തോടെന്ന് വേണ്ട, ഈ പ്രകൃതിയിലെ അനേക ദേവതകളോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ പ്രപഞ്ചത്തോട് തന്നെ കൃതജ്ഞതാഭാവം നമുക്ക് വേണം. അപ്പോഴേ നമ്മൾ മനുഷ്യരാവുള്ളൂ. എന്നാൽ ചിലർ കൃതഘ്നന്മാരാണ്. ആരെന്തെല്ലാം ഉപകാരം ചെയ്താലും അതിനെക്കുറിച്ച് ഒരു കൃതജ്ഞതയും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർ ഓർമ്മ പോലും ഉണ്ടാവില്ല. അവരാണ് കൃതഘ്നന്മാർ. അവർ കൃതമായതിനെ നശിപ്പിക്കുന്നവരാണ്. അപ്പോൾ കൃതഘ്നനും വിഷാദിക്കും ശങ്കിതനും മൂർഖനും ഒരിക്കലും ആത്മവിജയമുണ്ടാവില്ല, തന്നെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. തുടർന്ന് പറയുകയാണ് കസാധു സദ്വൃത്തഃ കമധമമാചക്ഷതേ ത്വസദ്വൃത്തം കേനചിദം ജഗദേതത് സത്യതിതിക്ഷാവതാ പുംസാ. കസാധുഃ സദ്വൃത്തഃ കമധമമാചക്ഷതേ ത്വസദ്വൃത്തം കേനചിദം ജഗദേതത് സത്യതിതിക്ഷാവതാ പുംസാ. 46-ാമത്തെ ചോദ്യമാണ് കഹ സാധുഹു, ആരാണ് സാധു? സാധാരണ നമ്മൾ വിനിയോഗിക്കുന്ന ഒരു ശബ്ദമാണ് സാധു. മധ്യ ഉത്തര ഭാരതത്തിലൊക്കെ പൊതുവെ സന്യാസിമാരെ സൂചിപ്പിക്കാനാണ് സാധു ശബ്ദം ഉപയോഗിക്കാറ്. കേരളത്തിൽ പലപ്പോഴും ഈ ഒന്നിനും കൊള്ളാത്തവരെ പറയാനാണ് സാധു ശബ്ദം ഉപയോഗിക്കാറ്. അങ്ങനെയാണ് തോന്നുന്നത്. വായി കൈയിട്ടാൽ കടിക്കില്ല, സാധു സ്വഭാവം എന്നൊക്കെ പറയും. വായി കൈയിട്ടാൽ കടിക്കാതിരിക്കുക സാധു സ്വഭാവമല്ല, ഒന്നിനും കൊള്ളായ്മയാണ്. കണ്ടവന് കൈയിടാനുള്ള സാധനമല്ല നമ്മുടെ വായ. അപ്പോൾ ഒന്നിനും കൊള്ളായ്മയെ സാധുത്വമായിട്ട് നമ്മൾ പലപ്പോഴും ധരിക്കുന്നു. വാസ്തവത്തിൽ സാധു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാണ്,
ആചാരനിഷ്ഠനാണ്, സദ്വൃത്തനാണ്. അതാണ് ഇവിടെ പറയുന്നത്. കഹ സാധു സദ്വൃത്ത. സദ്വൃത്തനാണ് സാധു. സദ്വൃത്തൻ എന്ന് പറഞ്ഞാൽ സത്തായ ശ്രേഷ്ഠമായ വൃത്തിയോടൊത്തവൻ, ശ്രേഷ്ഠ വ്യവഹാരത്തോടു കൂടിയവൻ. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ സജ്ജനങ്ങളാലും ശാസ്ത്രങ്ങളാലും അനുമോദിക്കപ്പെടുന്ന ആചരണങ്ങളോട് കൂടിയവൻ, വൃത്തത്തോടു കൂടിയവൻ. വൃത്തം അവിടെ ആചരണമാണ്. അപ്പോൾ സദ്വൃത്തനാണ് സാധു. ഈ ഒരു ചോദ്യവും ഉത്തരവും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് സദാ. സദ്വൃത്ത സാധു. കം അധമമാചക്ഷതേ. ശരി, സദ്വൃത്തനാണ് സാധുവെങ്കിൽ ആരെയാണ് അധമൻ എന്ന് പറയുന്നത്? കം അധമം ആചക്ഷതേ. ആരെയാണ് അധമൻ എന്ന് പറയുന്നത്? ഇതാണ് ചോദ്യം. ആരാണ് അധമൻ? അസദ്വൃത്തനാണ് അധമൻ. ഇപ്പോൾ സദ്വൃത്തൻ സാധുവാണെന്ന് പറഞ്ഞു, അതിന് നേരെ വിപരീതമാണ്. സദ്വൃത്തി ഇല്ലാത്തവൻ, ശാസ്ത്രങ്ങളാലും ആചാര്യന്മാരാലും നിന്ദിക്കപ്പെടുന്ന, അരുതെന്ന് പറയപ്പെടുന്ന ആചരണങ്ങളോടൊത്തവൻ, അവനാണ് അസദ്വൃത്തൻ. അസത്തായ, നിലനിൽക്കാത്ത, ദുഷിച്ച വൃത്തങ്ങളോട്, ശീലങ്ങളോട് കൂടിയവൻ. അതാണ് ലോകത്തിൽ അധമനായിട്ടുള്ള ആൾ.